എന്തെന്നില്ലാത്ത ഭയത്തോടെയാണ് ശിവ ത്രിലോകിനൊപ്പം കാവിലേക്ക് നടന്നത്. അകാരണമായൊരു ഭയം തന്നെ കാർന്നു തിന്നുന്നത് ആയി തോന്നി അവൾക്ക്. ഇടറുന്ന കാലടികളോടെ അവൾ ഒരുവിധം കാവിലെത്തിച്ചേർന്നു. എന്നത്തെയും പോലെ നാഗത്തറയ്ക്ക് അരികിലായി നടന്ന് വിളക്കിൽ എണ്ണ പകർന്ന് തിരിയിട്ട് അവൾ കൽവിളക്ക് കത്തിച്ചു. ദീപപ്രഭയോടെ നിൽക്കുന്ന ആ നാഗപ്രതിഷ്ഠയ്ക്ക് മുന്നിലായി അവൾ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു. ഇന്നേ വരെ നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എൻ്റെ അക്ഷിയമ്മേ. പക്ഷേ ഇന്ന് ഞാൻ ഒരുട്ടം ചോദിക്കാം, തരുമോ നിക്കത്? നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൾ മെല്ലെ ചോദിക്കുമ്പോൾ ഒരു ഇളം കാറ്റ് അവളെ തലോടി കടന്നുപോയി. ആകെ ഒരു ഭയമാണ് എനിക്കിപ്പോ, അരുതാത്തതെന്തോ ഉണ്ടാവാൻ പോണതുപോലെ. ആപത്തിൽ നിന്നെന്നെ കാത്തു രക്ഷിക്കണേ എൻ്റെ അക്ഷിയമ്മേ. നീയില്ലാതെ ആരുമില്ല നിക്ക്, ആരും. ഇത്തവണയും ഒരു ഇളം തന്നലായിരുന്നു അവൾക്ക് ഉള്ള മറുപടി. ശിവ. തന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തൊട്ടരികിൽ നിന്ന് കേട്ട ത്രിലോകിന്റെ ശബ്ദത്തിൽ ശിവ വേഗം തിരിഞ്ഞു നോക്കി. എന്താ? അവന്റെ മുഖഭാവം കണ്ട് അവൾ ഒരു ഇടർച്ചയോടെ ചോദിച്ചു. ഞാൻ തന്നോട് ഒരു തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് തനിക്കുണ്ടോ? തീർത്തും ഗൗരവം ചാലിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിനു മുന്നിൽ പകപ്പോടെ അവൾ അവനെ നോക്കി. പറയ് ശിവ, ക്ഷമിക്കോ താനത്? എന്താ അപ്പോ ഇങ്ങനെയൊക്കെ? എന്തോ അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ല ഇത്. വീണ്ടും കനപ്പിച്ചുള്ള ചോദ്യമായിരുന്നു അവിടുന്ന്. നിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ക്ഷമിക്കാനും പൊറുക്കാനും മാത്രം വലിയ ആളൊന്നും അല്ല ഞാൻ. പക്ഷേ ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്. എന്നാൽ ഈ തെറ്റിനും നീ എന്നോട് ക്ഷമിക്കണം ശിവ. അത് പറയുന്നതിനോടൊപ്പം ത്രിലോക് അവളെ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ആ ആലിലത്താലി അവളുടെ കഴുത്തിലേക്ക് ചേർത്തു. മറ്റൊരു മാർഗവും ഇപ്പോൾ എൻ്റെ മുന്നിലില്ലടോ, സോറി. മൂന്നാമത്തെ കെട്ടും മുറുക്കിക്കൊണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ ശിവ മരവിപ്പോടെ തന്റെ കഴുത്തിലേക്ക് ഒന്ന് നോക്കി. ആ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി കണ്ട് ശരീരമാകെ തളരുന്നതായി തോന്നി അവൾക്ക്. നിമിഷ നേരം കൊണ്ട് അവൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് ഊർന്നു വീണു. ബെഡിൽ നേരിയ ശരീര ചൂടോടെ കിടക്കുന്നവളുടെ ഇരു കൈയും മാറി മാറി തലോടി ചൂട് പിടിച്ചു കൊടുക്കുകയാണ് സാവിത്രിയമ്മ. എന്തിനോ അവരുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? വിവരമറിഞ്ഞ് വാര്യർ എത്തിയതാണ്. ആശങ്ക നിറഞ്ഞ ആ ശബ്ദമാണ് സാവിത്രിയമ്മയെ ഉണർത്തിയത്. നിക്കറിയില്ല, മോള് കാവിൽ വിളക്ക് വയ്ക്കാൻ പോയതാ. കൂടെ നന്ദൂട്ടനും ഉണ്ടായിരുന്നു. പോയിട്ട് ഏറെ നേരമായിട്ടും കാണാതെ ആയതും എന്തോ എൻ്റെ ഉള്ളൊന്ന് കാളി. ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് നിരീക്ഷിച്ചപ്പോൾ ആണ് നന്ദൂട്ടൻ മോളെയും എടുത്തുകൊണ്ട് വന്നത്. ബോധമില്ലായിരുന്നു എൻ്റെ കുട്ടിക്ക്. അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവർ വിതുമ്പിപ്പോയി. ഒരു മുള്ളു കൊണ്ട് പോലും ശിവയ്ക്ക് നൊന്താൽ വേദനിക്കുന്നത് ഈ രണ്ട് ഹൃദയങ്ങളാണ്. ബോധം പോകാൻ മാത്രം എന്താ അവിടെ ഉണ്ടായേ? വാര്യർ അതും ചോദിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന ശിവയ്ക്കരികിലായിരുന്നു. പാമ്പിനെ എന്തോ കണ്ട് പേടിച്ചു എന്നാ നന്ദൂട്ടൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ എൻ്റെ കുട്ടിക്ക് പേടിയില്ലാത്തത്? അവർ ഒരു നോവോടെ പറഞ്ഞു. വാര്യർ ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് ആ മുടിയിഴകളിൽ മെല്ലെ ഒന്ന് തലോടി. അവളിൽ നിന്ന് വന്നത് നേരിയ ഒരു മൂളലായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തു സാവിത്രി. നമ്മുടെ കുട്ടിയെ ഇങ്ങനെ അടച്ചിടാൻ പാടില്ലായിരുന്നു. അവൾ അറിയണമായിരുന്നു ഈ ലോകം. നിർബന്ധിക്കണമായിരുന്നു നമ്മൾ. എങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എൻ്റെ കുട്ടി. വാര്യരുടെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് തന്നോട് തന്നെയുള്ള ദേഷ്യവും ഇനി എന്ത് എന്നുള്ള ആശങ്കയുമായിരുന്നു. നീ കുട്ടിക്ക് കഴിക്കാൻ എന്തേലും ഉണ്ടാക്കു സാവിത്രി. നമ്മളല്ലാതെ ആരും തിരിഞ്ഞു നോക്കില്ല ഇതിനെ. പോവുക. ശിവയെ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് സാവിത്രിയമ്മ പുറത്തേക്ക് പോകുമ്പോൾ വാര്യർ എഴുന്നേറ്റ് പുതപ്പുകൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചു. മുത്തശ്ശ. ആ വാത്സല്യം നിറഞ്ഞ പോലെ ഏതോ ലോകത്തെന്ന പോൽ അവൾ മെല്ലെ മൂളുന്നുണ്ടായിരുന്നു. അതുകൂടെ ആയതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഹാളിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഹാളിലേക്ക് എത്തുമ്പോഴും ത്രിലോകിന്റെ കണ്ണുകൾ ചുറ്റും പായുന്നുണ്ടായിരുന്നു. അവിടെ എങ്ങും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടവൻ ശിവയുടെ റൂമിലേക്ക് കയറി. ഒരു വേള ആദ്യം കണ്ണുകൾ പോയത് ബെഡിൽ മൂടി പുതച്ചു കിടക്കുന്ന ആ പെണ്ണിലായിരുന്നു. ത്രിലോക് വേഗം അകത്തേക്ക് കയറി അകത്തുനിന്ന് ആ വാതിൽ ചേർത്തടച്ചു. അവൾക്ക് അടുത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് അണുവിട ചലിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അവളുടെ ചുണ്ടുകൾ ഉരുവിടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തല അങ്ങോട്ടും ഇങ്ങോട്ടുമായി തിരിക്കുന്നുമുണ്ട്. ത്രിലോക് അവൾക്ക് അരികിലായി ഇരുന്നു കൊണ്ട് അവൾക്ക് അരികിലേക്ക് മുഖം അടുപ്പിച്ചു. ഏട്ടാ ഏട്ടാ. ആ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളിൽ അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അല്പം കൂടെ അവൻ അവളിലേക്ക് മുഖം ചേർത്തു. ധ്രുവേട്ടാ. ഇത്തവണ അവളിൽ നിന്ന് കേട്ട പേരിൽ ത്രിലോക് അടിമുടി വിറച്ചു. നിമിഷ നേരം കൊണ്ട് വലിഞ്ഞു മുറുകി അവന്റെ മുഖം. അതേ കോപത്തോടെ അവൻ അവളുടെ കവിളിൽ പിടിച്ചു. ഈ അവസ്ഥയിലും നിനക്ക് വേണ്ടത് അവനെയാണല്ലോ. എന്റെ താലി കഴുത്തിൽ വീണിട്ട് മണിക്കൂറുകൾ പോലും ആയില്ല. എന്നിട്ടും അവന്റെ കൂടെ അഴിഞ്ഞാടാൻ പറ്റാത്ത സങ്കടമാണോടി പുല്ലേ നിനക്ക്? ഉള്ളിൽ പറഞ്ഞുകൊണ്ട് കൈ മുറുക്കുമ്പോൾ ശിവ ഞരക്കത്തോടെ തന്റെ കണ്ണുകൾ തുറന്നു. മുന്നിലിരിക്കുന്ന ത്രിലോകിനെ കാണെ അവളുടെ ശരീരം വിറപൂണ്ടു.
അവൾ കണ്ണുകൾ തുറന്നു എന്ന് മനസ്സിലായതും ത്രിലോക് വേഗം അവളുടെ കവളിൽ നിന്ന് കൈയെടുത്തു. ശിവ ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും വേദന കാരണം അവൾ ബെഡിലേക്ക് തന്നെ വീണുപോയി. ശിവ, വേണ്ട, എന്താ ഈ കാണിക്കുന്നത്? വയ്യാത്തതല്ലേ, കിടക്ക്. ത്രിലോക് അവളെ പിടിച്ച് ബെഡിൽ കിടത്തിയെങ്കിലും ശിവ പേടിയോടെ അവന്റെ കൈ തട്ടി മാറ്റി. അവളുടെ ആ പ്രവൃത്തി അവനിൽ അതിയായ കോപം ജനിപ്പിച്ചുവെങ്കിലും അവനത് തന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. ശിവ, പ്ലീസ് കൂൾ ഡൗൺ. എനിക്ക് പറയാനുള്ളത് താനൊന്ന് കേൾക്ക്, എന്നാൽ ഞാൻ പൊയ്ക്കോളാം. അവൻ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞുവെങ്കിലും ആ കണ്ണുകളിൽ അപ്പോഴും ഭയമായിരുന്നു. ശിവ, ഞാൻ തന്നോട് ഈ തെറ്റ് ചെയ്തത് എനിക്ക് വേണ്ടിയല്ല, തൻ്റെ ചേച്ചിക്കും കുഞ്ഞിനും വേണ്ടിയാണ്. അത്രയും നേരം ഭയത്തോടെ ചുറ്റും കണ്ണുകൾ പായിച്ചു കൊണ്ടിരുന്നവളുടെ ശ്രദ്ധ പെട്ടെന്നൊന്ന് അവനിലേക്ക് നീണ്ടു. സത്യമാണല്ലോ ഞാൻ പറയുന്നത്. തൻ്റെ ചേച്ചിയുടെ ജീവന് വേണ്ടിയാണ് എനിക്ക് ഈ തെറ്റ് ചെയ്യേണ്ടി വന്നത്. എല്ലാം താൻ അറിയണം ശിവ. അത്രയും പറഞ്ഞുകൊണ്ട് ത്രിലോക് മുത്തശ്ശനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെല്ലാം, എന്നാൽ ആദ്യ വേളിയുടെ ജീവഹാനി ഒഴികെ ശിവയോട് തുറന്നു പറയുമ്പോൾ ശരീരമാകെ വല്ലാത്തൊരു മരവിപ്പോടെ തറഞ്ഞിരുന്നു പോയി അവൾ. അതോടൊപ്പം പലതും ഒഴിവാക്കിയും ഇല്ലാത്തതൊക്കെ കൂടെ ചേർത്തുമാണ് അവൻ അവളെ പറഞ്ഞു കേൾപ്പിച്ചത്. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല ശിവ. എനിക്ക് എൻ്റെ പവിയെയും കുഞ്ഞിൻ്റെയും ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ സാധിക്കില്ല. എൻ്റെ ദോഷം കൊണ്ട് അവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ലോകത്തൊരു പെണ്ണും ഇതിനായി നിന്നു തരില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് എന്നോട് ക്ഷമിക്കാം. കുറച്ചുനാൾ ഈ താലി അണിഞ്ഞിട്ട് നിനക്കിത് അഴിച്ചു മാറ്റാം. അയാൾ പറഞ്ഞതനുസരിച്ച് 2ാം വിവാഹമാണ് എനിക്ക് നിലനിൽക്കുന്നത്. അവളിൽ കണ്ണുകൾ ഉറപ്പിച്ച് അവൻ പറയുമ്പോൾ ആ ഉള്ളു മുഴുവൻ കുടിലതയായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ പെണ്ണിന് കഴിഞ്ഞില്ല. ശിവ, എന്താ ഒന്നും പറയാത്തത്? എന്തെങ്കിലും ഒന്ന് പറയടോ. അവളിലെ മൗനം കണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ നിറകണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. എന്തൊക്കെ പറഞ്ഞാലും താലി എന്നത് പവിത്രമാണ്. ഒരിക്കൽ കെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അഴിച്ചു മാറ്റാനുള്ളതല്ല. പക്ഷേ സാരമില്ല, എൻ്റെ വിധി ഇതാണെന്ന് കരുതിക്കോളാം ഞാൻ. നിനക്ക് ആരോടും ഒരു പരാതിയും ഇല്ല. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ത്രിലോക് ഉള്ളാലെ ചിരിക്കുകയായിരുന്നു, തൻ്റെ പദ്ധതി വിജയിച്ച മട്ടിൽ. പിന്നെ ഇതൊന്നും ആരും അറിയരുത്, ഞാനും താനുമല്ലാതെ. മനസ്സിലായല്ലോ അല്ലേ? അതിനവൾ ഏതോ ലോകത്തെന്ന പോലെ തലയാട്ടി. ഒരിക്കൽ കൂടെ അവളെ നോക്കിക്കൊണ്ട് ത്രിലോക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ കിടക്കയിലേക്ക് വീണു. ശിവയുടെ അടുത്തു നിന്ന് റൂമിലേക്ക് വന്ന ത്രിലോക് കാണുന്നത് തൻ്റെ ബെഡിലിരിക്കുന്ന പവിയെയാണ്. അവളെ അവിടെ കണ്ട അവൻ ഒരു സംശയത്തോടെ അവൾക്കരികിലേക്ക് നടന്നു. നീ എന്താ ഇവിടെ? ഇതെന്താ ത്രിലോക്, ഇങ്ങനെ ഒരു ചോദ്യം? എന്തായാലും ഇതിനുള്ള മറുപടി തരാൻ ഞാൻ. അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എത്ര ദിവസമായി ത്രിലോക് നിന്റെ ഈ നെഞ്ചിലെ ചൂട് ഏറ്റുറങ്ങിയിട്ട്? അവിടെ ആയിരുന്നപ്പോൾ പോലും തിരക്കല്ലായിരുന്നോ നിനക്ക്? മിസ് ചെയ്യുന്നടാ നിന്നെയും നമ്മുടെ ആ പഴയ മൊമെന്റ്സ് ഒക്കെ. വലതു കൈ ഉയർത്തി അവൻ്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് അവൾ വല്ലാത്തൊരു രീതിയിൽ പറയുമ്പോൾ ത്രിലോക് അവളെ മെല്ലെ അകത്തി മാറ്റി. എന്താ നിന്റെ ഉദ്ദേശം പവി? ഡോക്ടർ പറഞ്ഞത് മറന്നോ നീ? ഈ ടൈം ഇതൊന്നും വേണ്ട എന്ന്. ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനാണ് അതിൻ്റെ ദോഷമെന്ന് അറിയില്ലേ നിനക്ക്? ഗൗരവമായിരുന്നു ആ വാക്കുകളിൽ. അത് കേൾക്കെ പവിയിൽ നിറഞ്ഞത് നീരസമായിരുന്നു. നിന്റെ ഈ ആറ്റിറ്റ്യൂഡാണ് ത്രിലോക് എന്നെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഞാൻ അടുത്ത് വരുന്നത് പോലും നിനക്ക് ഇഷ്ടമാകാത്തതുപോലെ. ഓക്കെ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പോയി തന്നോളാം, ബൈ. അതും പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞു നടക്കും മുന്നേ ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ നെഞ്ചോട് ചേർത്തു. നീ എന്തിനാ പവി ഈ സില്ലി കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ഡിസ്കംഫർട്ട് ആവുന്നത്? നിനക്കും കുഞ്ഞിനു വേണ്ടിയല്ലേ ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നീ മുഖം വീർപ്പിക്കേണ്ട. നമുക്ക് ഇന്നിവിടെ കിടക്കാം. അത് കേൾക്കെ അവളുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു. അതിസന്തോഷത്തോടെ അവൾ അവനെ പുണരുമ്പോൾ ത്രിലോക് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാൽ ആ ഉള്ളു നിറയെ മറ്റൊരു മുഖമായിരുന്നു അവനിൽ. പുറത്തെ തിണ്ണയിലിരിക്കുന്ന തൻ്റെ അമ്മയുടെ മടിയിലായി തലവെച്ച് കിടക്കുകയാണ് ധ്രുവ്. അവരുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ മെല്ലെ തലോടുന്നുണ്ട്. എന്താ കണ്ണാ ഈ ആലോചിച്ചു കൂട്ടണത്? എൻ്റെ കുട്ടിയെക്കുറിച്ച് തന്നെയാണോ? വാക്കുകളിൽ കുസൃതി നിറച്ചുകൊണ്ടുള്ള തൻ്റെ അമ്മയുടെ ആ ചോദ്യത്തിന് ധ്രുവ് അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഓ, എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട നീ. നിനക്കറിയാലോ ഈ മനസ്സ് മുഴുവൻ എൻ്റെ മോളാകുന്നു. വാത്സല്യമായിരുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചത്. ധ്രുവ് ഒരു പുഞ്ചിരിയോടെ അവർക്കരികിലായി എഴുന്നേറ്റിരുന്നു. മുത്തശ്ശനോടെല്ലാം തുറന്നു പറയണമെന്നുണ്ട്, പക്ഷേ ആകെ ഒരു വേവലാതി പോലെ. ശിവ എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു നോവാകും നിനക്ക്. എൻ്റെ കുട്ടിയെ ആർക്കാ ഇഷ്ടമാവാത്തത്? അത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു. ഒന്നും നമ്മൾ വിചാരിക്കണത് പോലെ ആവണമെന്നില്ല അമ്മേ. ശിവയ്ക്കും എന്നോട് സ്നേഹം തോന്നണം.
ഈ ജന്മം നിന്റെ പെണ്ണായി നിനക്കൊപ്പം ജീവിക്കാൻ അവൾക്ക് സമ്മതമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല ഈ ധ്രുവ്. വിളിച്ചിറക്കി കൊണ്ടുപോരും ഞാൻ എൻ്റെ പെണ്ണിനെ. വല്ലാത്തൊരു വാശിയോടെയായിരുന്നു അവനത് പറഞ്ഞത്. ഒരു നിമിഷം അവർ അത് നോക്കിയിരുന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ധ്രുവിന്റെ ഫോൺ ശബ്ദിക്കുന്നത്. അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞത് തറവാട്ടിലെ ഫോൺ നമ്പറായിരുന്നു. ആരാ കണ്ണാ വിളിക്കണേ? മുത്തശ്ശൻ എന്നാ തോന്നണേ, നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ടവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. പെട്ടെന്ന് മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ അവൻ വേഗത്തിൽ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ശരി മുത്തശ്ശ, ഞാനിപ്പോൾ വരാം. മുത്തശ്ശൻ ഫോൺ വെച്ചോളൂ. അതും പറഞ്ഞ് ധ്രുവ് വേഗം കോൾ കട്ട് ചെയ്തു. എന്താ കണ്ണാ, അവിടെ എന്താ പറ്റിയേ? അമ്മേ, ശിവയ്ക്ക് നല്ല പനിയും വിറയലുമാണെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലാച്ചാ ശരിയാവില്ല എന്നാ മുത്തശ്ശൻ പറയണത്. ഞാൻ എന്തായാലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം. ധ്രുവ് വേഗത്തിൽ അകത്തേക്ക് കയറി കാറിന്റെ കീയുമെടുത്ത് പുറത്തേക്ക് വന്നു. കണ്ണാ, മോളെ തിരികെ ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. ഞാൻ നോക്കിക്കോളാം എൻ്റെ കുട്ടിയെ. അതിന് തെളിച്ചമില്ലാത്ത രീതിയിൽ ഒന്ന് മൂളിക്കൊണ്ട് അവൻ കാറെടുത്തു പോയി. മുകളിലെ ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ത്രിലോക്. എങ്കിലും കൂട്ടിന് അവനൊപ്പം വില കൂടിയ മദ്യവുമുണ്ട്. ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് കാലടുത്തുള്ള ടീപ്പോയിലായി വെച്ചിട്ടുണ്ട്. ആ ടേബിളിലായി മദ്യക്കുപ്പിയും സിഗരറ്റ് പാക്കറ്റും ഗ്ലാസും ഒരു ബൗളിൽ ഐസ് ക്യൂബ്സും ഇരിപ്പുണ്ട്. നന്ദു, നീ ഇതെന്ത് കൽപ്പിച്ചാ നിർത്തിവെച്ച ശീലങ്ങളൊക്കെ വീണ്ടും പൊടിതട്ടിയെടുക്കുവാണോ? ഇതും കണ്ട് അവിടേക്ക് വന്ന സുചിത്ര അല്പം കർക്കശമായി തന്നെ അവനോട് ചോദിക്കുമ്പോഴാണ് ത്രിലോക് മുഖം ചരിച്ച് അവിടേക്ക് നോക്കുന്നത്. എന്നാൽ മറുപടി ഒന്നും പറയാതെ അവൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു. സുജി, നീ അകത്തേക്ക് പൊയ്ക്കോ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. അശോകേട്ടാ, ഇവൻ. അവർ വീണ്ടും എന്തോ പറഞ്ഞു വന്നതും അയാൾ അവരെ തടഞ്ഞു. സുജി പ്ലീസ്, ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാം. താനിപ്പോൾ പൊയ്ക്കോടോ. അശോക് അവരെ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവനടുത്തുള്ള ഒഴിഞ്ഞ ചെയറിലായി ഇരുന്നു. ഇനി ഡാഡിക്ക് എന്താ പറയാനുള്ളത്? ഉപദേശമാണെങ്കിൽ സോ പ്ലീസ്, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ. ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ത്രിലോക് പറയുമ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു. എനിക്ക് പറയാനല്ല ത്രിലോക് ഉള്ളത്, കേൾക്കാനാണ് ഞാൻ വന്നത്. അതും നിനക്ക് പറയാനുള്ളതെല്ലാം. അശോക് അത് പറയുമ്പോൾ ത്രിലോക് അയാളെ ഒന്ന് നോക്കി. നീ എന്നെ ഇങ്ങനെ നോക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനല്ലേടാ. എൻ്റെ മകൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടനാവില്ലല്ലോ ഞാൻ. സോ പറയ്, വാട്ട്സ് യുവർ പ്രോബ്ലം? അശോക് അവൻ്റെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ ത്രിലോകിൽ മൗനമായിരുന്നു. നന്ദുട്ട, നിന്റെ അച്ഛനായിട്ടല്ല, ബെസ്റ്റ് ഫ്രണ്ടായിട്ടാ ഞാൻ ചോദിക്കുന്നത്. സോ എന്താണെങ്കിലും നീ പറയ്. ത്രിലോക് കയ്യിലിരുന്ന ഗ്ലാസ്സിലുണ്ടായിരുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് വീണ്ടും കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് ആ ഗ്ലാസ് ടേബിളിലായി വെച്ചു. ശേഷം സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒന്നെടുത്ത് ചുണ്ടോട് ചേർത്ത് ലൈറ്റർ കൊണ്ട് കത്തിച്ചു. എൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? സിഗരറ്റിൽ നിന്ന് ഒരു പഫ് എടുത്ത് പുറത്തേക്ക് ഊതിക്കൊണ്ടവൻ ചോദിക്കുമ്പോൾ അശോക് സംശയത്തോടെ അവനെ നോക്കി. ജാതക ദോഷമോ? നീ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ എങ്കിൽ നിന്റെ അമ്മ അത് അറിയാതിരിക്കുമോ? അല്ല, എന്തേ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. അതും പറഞ്ഞ് ത്രിലോക് കാര്യങ്ങൾ വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അശോക് ഒരു നിമിഷം നിശബ്ദമായി. ഈ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ത്രിലോക്? അതും നീ? ഡാഡിക്ക് മേപ്പാട്ട് തിരുമേനി അറിയോ? അയാൾക്കുള്ള മറുപടി പറയാതെ ത്രിലോക് മറു ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ മുഖം പെട്ടെന്നൊന്ന് മാറി. അറിയാം. എന്തേ? അയാളാണ് എൻ്റെ ഇങ്ങനെയൊരു ദോഷത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഡാഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ത്രിലോക് അയാളെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അശോക് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. ത്രിലോക്, വാട്ട് ഈസ് നെക്സ്റ്റ്? പറഞ്ഞത് മേപ്പാട്ട് തിരുമേനിയാണെങ്കിൽ ഇത് അങ്ങനെ തള്ളിക്കളയണ്ട. അത് കേട്ട് ത്രിലോക് ഒന്ന് ചിരിച്ചുകൊണ്ട് ഗ്ലാസ്സിലിരുന്ന മദ്യം മുഴുവനായി വായിലേക്ക് ഒഴിച്ചു. ശേഷം അവൻ മെല്ലെ എഴുന്നേറ്റു. ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഡാഡി. കാരണം ഈ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് അയാൾ അവനെ ഒന്ന് നോക്കി. എങ്ങനെ സോൾവ് ചെയ്തു എന്നാ നീ ഈ പറയുന്നത്? സംശയത്തോടെ അശോക് ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ത്രിലോക് ഉറക്കെ ചിരിച്ചുകൊണ്ട് ടേബിളിലിരുന്ന കുപ്പി കയ്യിലേക്കെടുത്ത് വായിലേക്ക് ഒഴിച്ചു കുടിക്കാൻ തുടങ്ങി. ത്രിലോക്, മതി. ഇതിപ്പോൾ കുറേയായി. മതിയാക്ക് നീ. എന്നിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറയാൻ നോക്ക്. അശോക് വേഗം അവൻ്റെ അരികിലേക്ക് വന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേട്ട ത്രിലോക് അയാളിലേക്ക് കണ്ണുകൾ മാറ്റി. എൻ്റെ ആദ്യ വേളി ഇന്ന് കഴിഞ്ഞു ഡാഡി. അത് ആരെയാണെന്ന് ഡാഡിക്ക് അറിയോ? എൻ്റെ ശിവയെ. അതും പറഞ്ഞ് അവൻ വീണ്ടും ഉറക്കെ ചിരിക്കുമ്പോൾ അശോക് അവനിൽ നിന്ന് കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. ത്രിലോക്, എന്താ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? പറയടാ. ഞെട്ടൽ വിട്ടുമാറിയതും അയാൾ അവൻ്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്നാൽ അവനിൽ അപ്പോഴും ചിരിയായിരുന്നു. യെസ് ഡാഡ്, ഇന്ന് കാവിൽ വെച്ച് ഞാൻ അവളിൽ എൻ്റെ ആദ്യ താലി അണിയിച്ചു.
പക്ഷേ രണ്ടാം താരിയാണത്രേ എനിക്ക് വാഴുന്ന പെണ്ണ്. ഇനി പവിയെ ഞാൻ വിവാഹം കഴിച്ചാലും അവളും കുഞ്ഞും സേഫാണ്. സോ നോ പ്രോബ്ലം. അത് കേൾക്കുമ്പോഴാണ് അശോകിന്റെ ദേഷ്യം ഒന്നണഞ്ഞത്. ഓ, ആദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു, നിന്റെ മനസ്സെങ്ങാനും മാറിയോ എന്ന്. എന്തായാലും നീ ചെയ്തതാ മോനെ ശരി. പവിമോളുടെ ജീവിതം വെച്ച് കളിക്കുന്നതിനേക്കാൾ നല്ലത് ആ പെണ്ണ് തന്നെയാ. പക്ഷെ ത്രിലോക്, ഒരു പ്രശ്നമുണ്ടല്ലോ. അയാൾ എന്തോ ആലോചനയോടെ പറയുമ്പോൾ ത്രിലോക് അയാളെ തന്നെ ഉറ്റുനോക്കി നിന്നു. നിന്റെ ആദ്യ വേളി മാത്രം നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനും ജീവനാപത്ത് എന്ന് അല്ലേ മേപ്പാട്ട് തിരുമേനി പറഞ്ഞത്? അങ്ങനെ നോക്കുമ്പോൾ പവിയുടെ വയറ്റിലുള്ള കുഞ്ഞ്? ഒരു നിമിഷം ത്രിലോകിന്റെ മുഖം ഒന്നു മാറി. അവിടെ വിവേചിച്ചറിയാൻ കഴിയാത്ത ഭാവങ്ങൾ വന്നു നിറഞ്ഞു. ഈ പ്രശ്നം മാറാനും ഒരു വഴി നമുക്ക് മുന്നിലുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ആരും അറിയാതെ നമുക്ക് ഇതും സോൾവ് ചെയ്യാം. അയാൾ അവനടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറയുമ്പോൾ ത്രിലോക് സംശയത്തോടെ അയാളെ നോക്കി. നിന്റെ ഒരു കുഞ്ഞ് ശിവയ്ക്കുള്ളിൽ ജന്മം കൊള്ളണം ത്രിലോക്. അവളോടൊപ്പം ആ കുഞ്ഞും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. എന്നാൽ മാത്രമേ പവിക്കും കുഞ്ഞിനും മേലെയുള്ള ദോഷം പാടെ ഒഴിഞ്ഞു പോകൂ. അതിന് ഇങ്ങനെയൊരു കർമ്മം കൂടെ നീ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം കുടിലതയോടെ അയാൾ അവനോടായി പറയുമ്പോൾ ത്രിലോക് അയാളെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു. ദാ, ഇതുകൂടെ കുടിക്കും നീ. ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ അങ്ങ് പോട്ടെ. അയാൾ ചിരിയോടെ തന്റെ കയ്യിലിരുന്ന കുപ്പി അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ത്രിലോക് അത് വാങ്ങി ഒരു നിമിഷം പോലും കരയാതെ മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഒരു അച്ഛൻ സ്വന്തം മകനോട് ഇത് പറയാൻ പാടില്ല എന്നറിയാം. എങ്കിലും ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ആർക്കും അറിയില്ല എങ്കിലും ശിവ ഇപ്പോൾ നിന്റെ ഭാര്യയാണ്. അവളെ നീ ഒന്ന് തൊട്ടു എന്ന് കരുതി ആരും അറിയാനോ ഒന്നും സംഭവിക്കാനോ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു കാര്യം കൊണ്ട് എല്ലാം സോൾവ് ആവുകയും ചെയ്യും. അത്രയും പറഞ്ഞ് അവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ ത്രിലോക് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ഇരു കൈയും അമർത്തി പിടിച്ച് മുഖം താഴ്ത്തി നിന്നു, ഉള്ളിൽ എരിയുന്ന അഗ്നിയോടെ.